നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് ക്യാമ്പുകളിൽ കാണുന്ന അമിത ആഹ്ലാദമുണ്ടല്ലോ, അത് അത്രയധികം വളർത്തരുത്, അഹങ്കാരമായി മാറും. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ പത്രങ്ങൾ ആ സത്യം പറയുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. ഹാപ്പിയല്ലേ, എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ. അതെ, എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ. അത് രാഷ്ട്രീയ നേതാക്കൾക്കും പത്രങ്ങൾക്കും എല്ലാവർക്കുമുണ്ട്. മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ അതാണ്, തകർപ്പൻ തുടർച്ച. എല്ലാ സ്ഥലങ്ങളിലും ആ തുടർച്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ജാർഖണ്ഡിൻ്റെ കാര്യമായാലും മഹാരാഷ്ട്രയുടെ കാര്യമായാലും വയനാടിൻ്റെ കാര്യമായാലും ചേലക്കരയുടെ കാര്യമായാലും പാലക്കാടിൻ്റെ കാര്യമായാലും തുടർച്ച, തൽസ്ഥിതി. അതെ, ദേശാഭിമാനിക്കും ആഹ്ലാദിക്കാനേറെയുണ്ട്. ചേലോടെ മുന്നോട്ട് എന്ന് ശക്തമായി വാർത്ത നൽകിയിരിക്കുന്നു ദേശാഭിമാനി. മാധ്യമത്തിനുമുണ്ട് സന്തോഷിക്കാൻ ഇത്തിരി കാര്യങ്ങൾ. UDFന് പ്രിയ കേരളം ഇടതു ജയിലിൽ ചേലക്കര കൃത്യമായി അവരും കൊടുത്തിട്ടുണ്ട്. ജനയുഗം പോലും പറഞ്ഞു വെക്കുന്നത് നിലനിർത്തി എന്ന് തന്നെ. ചുരുക്കത്തിൽ തൽസ്ഥിതി തുടരുമ്പോൾ എന്തിനാണ് ഇത്ര അമിതാഹ്ലാദം? അതുതന്നെയാണ് ഇന്നലെ കെ മുരളീധരൻ തുറന്നു പറഞ്ഞത്. ചേലക്കരയിലെ ഇടതുപക്ഷ വിജയം ഒരു സന്ദേശം നൽകുന്നുണ്ട് കോൺഗ്രസിന്. ഭരണവിരുദ്ധ വികാരം അത്ര പെട്ടെന്ന് വോട്ടാകില്ല. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറണമെങ്കിൽ അതിന് ഒരുപാട് അനുകൂല ഘടകങ്ങൾ വേണം. നല്ല സ്ഥാനാർത്ഥി വേണം, ഐക്യത്തോടെ എണ്ണയിട്ടതുപോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം വേണം, മറ്റ് ഘടകങ്ങൾ എല്ലാം ഒരുമിക്കണം. പാലക്കാട്ടേത് ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്നു. അവിടെ ലീഗും SDPIയും ഒക്കെ ചേർന്ന് UDFനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന തലത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. UDFന്റെ മുഖ്യ പ്രചരണ വിഷയവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഇത്തരമൊരു ആരോപണം നിഷേധിക്കാൻ LDFന് കൃത്യമായ പിടിവള്ളി കിട്ടിയിരിക്കുന്നു. 1996 മുതൽ തുടർച്ചയായി ചുവന്ന ചേലക്കര ഇക്കുറിയും നിലനിർത്താനായത് CPMന് ആശ്വാസം പകരും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനിയും 18 മാസം ബാക്കിയുണ്ട്. അതിനിടയിൽ എന്തെല്ലാം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാവും കേരളം സാക്ഷ്യം വഹിക്കുക. ചേലക്കരയിലെ വിജയം ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നണിക്കുമൊക്കെ ആത്മവിശ്വാസം പകരുന്നു. പാലക്കാട് BJP തകർന്നടിഞ്ഞുവെന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. എന്നാൽ അതിലപ്പുറം ചില ചരിത്ര സത്യങ്ങളുണ്ട്. ചേലക്കരയിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് വിജയിച്ചിരിക്കുന്നത്. 64,877 വോട്ടുകൾ പ്രദീപ് പെട്ടിയിലാക്കി. രമ്യ ഹരിദാസിന് സമാഹരിക്കാൻ കഴിഞ്ഞത് 52,626 വോട്ടുകൾ മാത്രം. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ നേടിയത് 33,609 വോട്ടുകൾ. UDFും കോൺഗ്രസുമൊക്കെ ഇക്കാര്യം കണ്ണു തുറന്ന് കാണണം. PV അൻവറിന്റെ പിന്തുണയിൽ മത്സരിച്ച NK സുധീർ പക്ഷെ 3,920 വോട്ടുകൾ സ്വന്തമാക്കി. ഇതത്ര നിസ്സാര കാര്യമല്ല. ഒരു മുന്നണിയിലുമില്ലാതെ അൻവർ ഒരു സ്വതന്ത്രനെ പരീക്ഷിച്ച് 4,000-ഓളം വോട്ടുകൾ പെട്ടിയിലാക്കുക. ഈ വോട്ടു ചോർച്ച LDFിൽ നിന്നാണ് എന്ന് വേണം അനുമാനിക്കാൻ. 2021 LDF 83,415 വോട്ടുകളായിരുന്നു നേടിയത്. അന്ന് K രാധാകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ 18,588 വോട്ടുകൾ നഷ്ടമായി. ചേലക്കരയിൽ ചില പ്രത്യേകതകളുണ്ട്. K രാധാകൃഷ്ണൻ ഒരു നിസ്സാര സ്ഥാനാർത്ഥിയല്ല, ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ട രാധേട്ടനാണ്. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന് സ്വന്തമായി ഒരു 20,000 വോട്ടെങ്കിലും ചേലക്കരയിലുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു 4,000 വോട്ട് PV അൻവറിന്റെ സ്ഥാനാർത്ഥി തട്ടിയെടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ നടന്നത് ഉറച്ച രാഷ്ട്രീയ പോര് തന്നെ. തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിലയിരുത്തുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. കേരളത്തിലെ വോട്ട് രാഷ്ട്രീയത്തെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് സാമുദായിക ഘടകങ്ങൾ തന്നെയാണ്. സമുദായങ്ങളുടേത് രാഷ്ട്രീയ നിലപാടാണോ അതോ സങ്കുചിത നിലപാടാണോ എന്ന് വിലയിരുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിലും സാമുദായിക ശക്തികൾ രാഷ്ട്രീയമായി ചിന്തിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടും. പാലക്കാടിന്റെയും ചേലക്കരയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വിധി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. കേരള രാഷ്ട്രീയം ശക്തമായ ത്രികോണ മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിലെ BJPയുടെ വോട്ട് വളർച്ച അതുതന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഏകദേശം 9,500 വോട്ടുകളാണ് ഇക്കുറി BJP ചേലക്കരയിൽ അധികമായി നേടിയത്. പാലക്കാട് BJPയുടെ പരാജയം അത്ര കണ്ട് ആഘോഷിക്കേണ്ട കോൺഗ്രസും UDF ക്യാമ്പുകളുമൊക്കെ.
അത് BJPയും RSSും ചേർന്ന് സാക്ഷാൽ K. സുരേന്ദ്രന് നൽകിയ ഒരു ഉശിരൻ പണിയാണ്. C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ അഹങ്കാരത്തിന് പാർട്ടിക്കാർ തന്നെ കൊടുത്ത പണി തന്നെയാണ് പാലക്കാട് BJPയുടെ പരാജയം. പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ ഏത് സീറ്റ് മത്സരിക്കാൻ കിട്ടിയാലും അതിലേക്ക് ചാടിയിറങ്ങുന്ന ഒരു പൊതു സ്വഭാവമുണ്ട് C. കൃഷ്ണകുമാറിന്. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് അതുതന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ പോലും കൃഷ്ണകുമാറിന്റെ ഇടപെടലുകൾ ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റും മറ്റ് കച്ചവട താൽപ്പര്യങ്ങളുമായി പാലക്കാട് നഗരസഭ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണകുമാർ പാർട്ടി പ്രവർത്തനത്തെക്കാൾ ബിസിനസ്സിനും പ്രാമുഖ്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ശത്രുക്കളുണ്ട് പാർട്ടിയിലും പുറത്തുമൊക്കെ. കൃഷ്ണകുമാറിന്റെ ഭാര്യയെക്കുറിച്ചും ഏറെ പരാതികളുണ്ട് പാർട്ടിക്കാർക്കിടയിൽ. സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കും കൃഷ്ണകുമാറിനെ അക്ഷരാർത്ഥത്തിൽ ബാധിച്ചു. കൃഷ്ണകുമാറിനോടും K. സുരേന്ദ്രനോടുമുള്ള എതിർപ്പ് തന്നെയാണ് പാലക്കാട് BJP പതറാൻ ഇടവന്നിരിക്കുന്നത്. എന്നാൽ BJPയുടെ അടിത്തറ രാഷ്ട്രീയ വോട്ടുകൾക്ക് യാതൊരുവിധ കുലുക്കവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചേലക്കര കൂടി വിലയിരുത്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJPയുടെ അടിസ്ഥാന വോട്ടുകൾ വർദ്ധിക്കുന്നത് കണ്ടു. ഇക്കുറി ചേലക്കരയിൽ ശക്തമായ വിധത്തിലാണ് BJP തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്ര തകർന്നടിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും പാലക്കാട് 28% വോട്ടുകൾ സ്വന്തമാക്കാൻ BJPക്ക് കഴിഞ്ഞു. പാലക്കാട് BJP തകർന്നടിഞ്ഞുവെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കുറി BJPയുടെ തൊട്ടരികിലെത്തി നിൽക്കുന്നു CPM സ്ഥാനാർത്ഥി P. സരിൻ. വെറും 2000 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ. ഇത് നൽകുന്ന മറ്റൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. പാലക്കാട് പോലും CPMന്റെ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് UDF തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണവിരുദ്ധ വികാരം CPM തകർന്നടിഞ്ഞു എന്നൊക്കെ നമ്മൾ വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നൽകുമ്പോൾ അടിസ്ഥാനപരമായ വോട്ടുകൾ തടഞ്ഞു നിർത്താൻ CPMന് കഴിയുന്നുണ്ട്. P. സരിനെതിരെ ശക്തമായ എതിർപ്പുകൾ പാർട്ടിയിൽ ഉയർന്നിരുന്നു. നിരവധി വിവാദങ്ങളടങ്ങിയ വലിയൊരു പെട്ടിയുമായാണ് P. സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നു കയറിയത്. അന്നു മുതൽ കഷ്ടകാലത്തിന്റെ തുടക്കമായിരുന്നു. എന്നിട്ടും സരിൻ പിടിച്ച വോട്ട് കണക്ക് അത് BJP മാത്രമല്ല കോൺഗ്രസും കണ്ണു തുറന്ന് കാണണം. BJPയുമായി രണ്ടാം സ്ഥാനത്തുള്ള വോട്ട് വ്യത്യാസം വെറും 2500-ൽ താഴെ ഒതുക്കാൻ CPMന് കഴിഞ്ഞു എന്നത് CPMന്റെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ തവണ 13,000-ഓളം വോട്ടിന്റെ വിടവുണ്ടായിരുന്നിടത്താണ് ഈ കരുത്ത് കാട്ടൽ. ചുരുക്കത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ചോർച്ചയും മറുവശത്ത് CPMന്റെ പരാജയവുമൊക്കെ വലിയ ആഘോഷത്തിനായി കോൺഗ്രസും UDFും ഉപയോഗിക്കേണ്ട എന്നർത്ഥം. നിരവധി വിവാദങ്ങളുടെ മുൾമുനയിലാണ് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ADM നവീൻ ബാബുവിന്റെ മരണം, മറ്റ് നിരവധി ഭരണവിരുദ്ധ വികാരങ്ങൾ, സംസ്ഥാനത്തെ സാമ്പത്തിക തകർച്ച എന്നു തുടങ്ങി എത്രയെത്ര വിവാദങ്ങൾ. എന്നാൽ വിവാദങ്ങൾ പ്രാദേശികമായി പിടിച്ചു നിർത്താൻ മറുവിവാദങ്ങൾ ഉയർത്തി CPMനും ഇടതുപക്ഷത്തിനുമൊക്കെ കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കുന്ന തലത്തിലേക്ക് UDFന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിപ്പിക്കാൻ കൃത്യമായി CPM സ്ട്രാറ്റജിക്ക് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ മേൽക്കോയ്മ കൈവരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. P. സരിനെ അവതരിപ്പിക്കുക വഴി CPM പതറിയെങ്കിലും വോട്ട് ഉറപ്പിച്ചു നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു പാലക്കാട്. എന്നാൽ BJP പരാജയപ്പെടാൻ ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ: സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് സംഭവിച്ച പാളിച്ച. K. സുരേന്ദ്രന്റെ നോമിനിയാണ് C. കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ വിരുദ്ധർ ഒരു കാര്യം ഉറപ്പിച്ചു: പാലക്കാട് കൃഷ്ണകുമാർ തൂക്കുക മാത്രമാണ് പാർട്ടി ജയിക്കാനുള്ള ഏക പോംവഴി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കണമെങ്കിൽ കൂടുതൽ കരുത്തരായ ഒരു സംസ്ഥാന നേതൃത്വം വേണം. പാലക്കാട് കൂടി BJP വിജയം കൈവരിച്ചാൽ അത്തരമൊരവസ്ഥാവിശേഷം തന്നെ ഇല്ലാതാകും. കടുത്ത സുരേന്ദ്രൻ വിരുദ്ധ പക്ഷക്കാരൊക്കെ അക്കാര്യത്തിൽ ഒരു വശത്തായിരുന്നു. ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ ഉയർത്തിവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റ്. വരുംകാലങ്ങളിൽ UDFിലേക്ക് ലീഗിന്റെ സ്വാധീനം ശക്തിപ്പെടുമെന്നതിൽ സംശയം വേണ്ട. സന്ദീപ് വാര്യർ ചെന്നുകയറിയ പാണക്കാട് തറവാടിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കത്തിയാളിയതും അതിന് പിന്നാലെയാണ്. മുനമ്പം വിഷയമടക്കം ശക്തമായ വികാരം UDFനും LDFനുമെതിരെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉയർന്നിട്ടുകൂടി എന്തുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര വലിയ വിജയം കൈവരിച്ചു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ: BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുത്തിയ ആ മഹാപാളിച്ച. പാലക്കാട് BJPയും CPMും ഒക്കെ കാണിച്ച മറ്റൊരു രാഷ്ട്രീയ മണ്ഡലമാണ് രണ്ടു കൂട്ടരും തങ്ങളുടെ പൊതുശത്രുവായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിഷ്ഠിക്കുകയും കോൺഗ്രസിനെതിരെ യുദ്ധം നയിക്കുകയും ചെയ്ത ഒരു അപൂർവ കാഴ്ച.
പാലക്കാട് എന്തുകൊണ്ടാണ് BJPയും ഇടതുപക്ഷവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ അവർ ഇരുവരും പരുങ്ങിപ്പോയി. ഷാഫിയുടെ പിൻഗാമിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണെന്നും തന്റെ സമുദായത്തെ പൂർണ്ണമായി ഷാഫി അവഗണിക്കുകയാണ് എന്ന പ്രചരണം ആദ്യഘട്ടത്തിൽ ശക്തമാക്കിയിരുന്നു ഇടതുപക്ഷം. എന്നാൽ BJP ശക്തിയായി മാറിയിരിക്കുന്ന പാലക്കാട് ഏതു വിധേനയും അവർ ജയിക്കാനുള്ള സർവ്വ അടവും പയറ്റുമെന്നും അത്തരമൊരു അവസരം സൃഷ്ടിക്കാതിരിക്കാൻ ഇത്തരമൊരു തന്ത്രമാണ് നല്ലത് എന്നും ഷാഫി പറമ്പിൽ സ്വന്തം സമുദായത്തെ അടക്കം കൃത്യമായി വിശദീകരിച്ച് മനസ്സിലാക്കി. സ്ഥാനാർത്ഥി വിരുദ്ധ തരംഗം തന്നെയാണ് പാലക്കാട് BJPക്ക് നേരിടേണ്ടി വന്ന മുഖ്യ ഘടകം. ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നത് എങ്കിൽ വിജയം മറ്റൊരു തലത്തിലാകുമായിരുന്നു എന്ന് പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. തനിയാവർത്തനം എത്ര വട്ടം സഹിക്കണമെന്നാണ് BJP വോട്ടർമാർ പരസ്യമായി ചോദിച്ചത്. C. കൃഷ്ണകുമാറിനോട് അത്ര വലിയ എതിർപ്പായിരുന്നു പാലക്കാട് പാർട്ടി മുഖത്ത് നമ്മൾ കണ്ടത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോൾ അനാവശ്യമായി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നും അവരുടെ അഹങ്കാരം ഈ തോൽവിയോടെ ശമിക്കുമെന്നും BJP പ്രവർത്തകർ പോലും കണക്കുകൂട്ടി. പാലക്കാട് നഗരസഭയിലെ 6ഓളം BJP കൗൺസിലർമാരുടെ വിമത ശബ്ദവും കൃഷ്ണകുമാറിനെ തകർത്ത് കളഞ്ഞു. ചുരുക്കത്തിൽ പാലക്കാട് നഗരസഭയിൽ കണ്ടത് BJP വിരുദ്ധതയല്ല, മറിച്ച് കൃഷ്ണകുമാർ വിരുദ്ധതയാണ്. അതിനെ BJPയുടെ തകർച്ചയുമായി കൂട്ടിക്കെട്ടേണ്ട എന്നതാണ് രാഷ്ട്രീയ സത്യം. സ്ഥാനാർത്ഥി വിരുദ്ധതയാണ് പാലക്കാട് നിഴലിച്ചത്. ഭാര്യയും കൗൺസിലറുമായ മിനിക്കെതിരായ പൊതുവികാരം കൂടി C. കൃഷ്ണകുമാറിനെതിരെ വോട്ട് ശതമാനത്തിൽ ചോർച്ചയെന്ന സത്യത്തിൽ കലാശിച്ചു. BJPയുടെ ചില കൗൺസിലർമാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇറങ്ങി കൃഷ്ണകുമാറിന്റെ തോൽവി ഉറപ്പിക്കാൻ ശ്രമിച്ചത് നഗരസഭയിലെ വോട്ടിങ്ങിൽ വന്ന കുറവ് തന്നെയാണ്. BJP വിരുദ്ധമല്ല, യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി വിരുദ്ധ സമീപനമാണ് വോട്ടർമാർ സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് നൽകുകയാണ് എന്ന് BJP അണികൾ സ്വയം കണക്കുകൂട്ടി. ഇക്കുറി കൃഷ്ണകുമാറിനൊരു പണി കൊടുക്കുക, പകരം ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. വികാരം വ്യക്തമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആവർത്തിക്കും എന്ന അഹങ്കാരം ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കരുത്. അത് UDFന്റെ സമ്പൂർണ്ണ തകർച്ചയിൽ ചെന്ന് അവസാനിക്കുമെന്നർത്ഥം. ഇപ്പോൾ പാലക്കാട് മുസ്ലിം ലീഗ് കാട്ടിയ അമിത ആത്മവിശ്വാസവും അമിത പ്രവർത്തനങ്ങളുമൊക്കെ ഭാവിയിൽ അവർക്ക് തന്നെ വിനയാകും. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിന് തൊട്ടു പിന്നാലെ SDPI ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. SDPI പരസ്യമായി കളത്തിലിറങ്ങുന്നത് ഭാവിയിൽ UDFന് വലിയ തോതിൽ ദോഷം ചെയ്യും. സാമുദായിക ശക്തികളാണ് UDFനെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്ന പ്രചരണത്തിന് അത് ആക്കം കൂട്ടും. 3 മുന്നണികളും തോറ്റിട്ടില്ല എന്നതാണ് കേരളത്തിന്റെ പ്രത്യേക അവസ്ഥ. പിണറായി വിജയനോടുള്ള എതിർപ്പുകൾ ശക്തമാണ്. ഭരണവിരുദ്ധത കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ അല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.